എസ്തേറിന്റെ പുസ്തകമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 6-ാമത്തെ അധ്യായത്തിൽ ആണ് നമ്മൾ ആറാമത്തെ അധ്യായത്തിൽ ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ വായിക്കുന്നു. 6-ാമത്തെ എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അന്ന് രാത്രി. അപ്പൊ അന്ന് രാത്രി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രാത്രിയെ കുറിച്ചാണ് പറയുന്നത്. അന്ന് രാത്രി, ഏതെങ്കിലും ഒരു രാത്രിയിലല്ല. ഏതെങ്കിലും ഒരു രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല എന്നല്ല, അന്ന് രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. അതിന് ശേഷമോ അതിന് മുന്നെയോ ഒരുപക്ഷെ രാജാവിന് ഉറക്കം വരാതിരുന്ന രാത്രി ഉണ്ടായിരുന്നായിരിക്കും. അതൊന്നും എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്ന് രാത്രി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകമായ സംഭവം അതിന് പുറകിൽ നടന്നിട്ടുണ്ട്. അതാണ് അന്ന് രാത്രി രാജാവിന് ഉറക്കം വരാതിരിക്കാൻ സ്വർഗത്തിലെ ദൈവം രാജാവിന്റെ ഉറക്കം തടഞ്ഞത്. എന്തായിരുന്നു സംഭവം? ആ സംഭവം മറ്റൊന്നുമല്ല, യഹൂദ വംശത്തിലുള്ള മൊർദെഖായി ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ല എന്ന ഏക കാരണത്താൽ ഈ മൊർദെഖായിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കിച്ചു. അങ്ങനെ മൊർദെഖായിയെ, യഹൂദ വംശജനായിരിക്കുന്ന മൊർദെഖായിയെ തൂക്കിലേറ്റുന്നതിന് വേണ്ടി ഉണ്ടാക്കിച്ച 50 മുഴം ഉയരമുള്ള, 50 മുഴം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 75 അടി ഇന്നത്തെ കണക്കിൽ വരും, ഏകദേശം ഒരു 25 അടിയൊക്കെ വരും. അത്രയും ഉയരമുള്ള ഒരു വലിയ കൊലമരം ഹാമാൻ മൊർദെഖായി കൊണ്ടുണ്ടാക്കിച്ചു. എന്നിട്ടാണ് എഴുതിയിരിക്കുന്നത് അന്ന് രാത്രി. ഈ കഴുമരം ഉണ്ടാക്കിച്ച ദിവസത്തിന്റെ രാത്രി, അന്ന് രാത്രി സംഭവിച്ച കാര്യം, രാജാവിന് ഉറക്കം വന്നില്ല. രാജാവിന് ഉറക്കം വരാതിരുന്ന മറ്റൊരു സംഭവം നമ്മൾ പഴയ നിയമ ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നുണ്ട്. ദാര്യാവേശ് എന്ന രാജാവ് മറ്റുള്ളവരുടെ പ്രേരണയാൽ ദാനിയേലെ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ട് കളഞ്ഞു. സിംഹത്തിന്റെ കുഴിയിൽ ദാനിയേലെ ഇട്ട് കളഞ്ഞ അന്ന് രാത്രി ദാര്യാവേശിന് ഉറക്കം വന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി എന്ന് എഴുതിയിരിക്കുന്നത്. ഉറക്കം അവനെ വിട്ടുപോയി. നാം വളരെ ലളിതമെന്നും ഒന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതുമായ ഒരു കാര്യമായിരിക്കാം ഒരുപക്ഷെ ഉറക്കം എന്നുള്ളത്. ഉറങ്ങാതിരുന്നിട്ടുള്ളവരുടെ, അല്ലെങ്കിൽ ഉറങ്ങാൻ ശ്രമിച്ചിട്ടും ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടും ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഉറക്കം വരാതിരിക്കുന്നവരുടെ പ്രയാസം എന്തുമാത്രം ഉണ്ടെന്ന് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെ നമ്മൾ വായിക്കുന്നത് അന്ന് രാത്രി, ഈ കഴുമരം ഉണ്ടാക്കിച്ച രാത്രി ദൈവം ഈ അഹശ്വേരോശ് രാജാവിന്റെ ഉറക്കം കെടുത്തി കളഞ്ഞു, ഉറക്കം തടഞ്ഞു. അന്ന് രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നതിന് വേണ്ടി, ദൈവത്തെ അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് വേണ്ടി തങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്ന ഏതൊരു ദൈവമക്കൾക്ക് വേണ്ടിയും അവർക്കെതിരായിട്ട് ഈ ലോകവും പിശാചും ഒരുക്കുന്ന ഏത് കാര്യങ്ങളും സ്വർഗത്തിലെ പിതാവ് അറിയുന്നു. പിതാവിന്റെ നിയന്ത്രണത്തിലാണ് സകല കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. എല്ലാം സ്വർഗത്തിലും ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിലെല്ലാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ ഇങ്ങനെ പഠിപ്പിച്ചത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകട്ടെ. അപ്പോൾ സ്വർഗത്തിൽ എല്ലാ സമയത്തും നടക്കുന്നത് പിതാവായ ദൈവത്തിന്റെ ആണ്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലും ദൈവത്തിന്റെ ഇഷ്ടമാണ് നടക്കുന്നത്. അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പിശാചിനാകട്ടെ മറ്റ് യാതൊരു ശക്തിക്കും ഒരു അധികാരവുമില്ല, ഒരു കഴിവുമില്ല. ഈ കഴുമരം ഉണ്ടാക്കിച്ച രാത്രി ഈ അഹശ്വേരോശിന് ഉറക്കം വന്നില്ല. ഇതുപോലത്തെ ഒരു ദിവസത്തെ കുറിച്ച് നമുക്ക് പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പുറപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ്, മിസ്രൈമിൽ വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം അവര് ചെങ്കടലിന്റെ തീരത്തെത്തി.
മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല, വഴിയില്ല. പുറകില് ഇവരെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഫറവോനും സൈന്യങ്ങളും വളരെ വേഗത്തിൽ രഥങ്ങളുമായിട്ട്, കുതിരകളും രഥങ്ങളും എല്ലാമായിട്ട് പാഞ്ഞ് അടുക്കുന്നു. 2 വയസ്സേക്ക് ഓടിപ്പോകാൻ ഒരു നിവൃത്തിയില്ല. വലിയ ചെങ്കുത്തായ വലിയ പർവ്വതങ്ങളാണ്. അന്ന് രാത്രി നമ്മൾ പുറപ്പാട് വായിക്കുന്ന അന്ന് രാത്രി യഹോവയായ ദൈവം ശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റ് ചെങ്കടൽ നേരെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് വരുന്ന വായിക്കുന്നു, ഇസ്രായേലിന്റെ ദൈവം ഉറങ്ങുന്നവനല്ല, ഉറക്കം തൂങ്ങുന്നവനല്ല. എന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി സദാ ജാഗരൂകനായി ഏത് ചെറിയ കാര്യമെന്ന് നമ്മുടെ ദൃഷ്ടിയിൽ തോന്നുന്ന കാര്യം പോലും കർത്താവ് വളരെ സൂക്ഷ്മതയോടെ പരിശോധിക്കുന്നു, വളരെ സൂക്ഷ്മതയോടെ അത് കൈകാര്യം ചെയ്യുന്നു. കഴുകുമരം ഉണ്ടാക്കി അന്ന് രാത്രി അഹശ്വേരോശിന് ഉറക്കം വന്നില്ല. എന്നിട്ട് സംഭവിച്ച കാര്യം, ഈ ദിനവൃത്താന്ത പുസ്തകം എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എടുത്തുകൊണ്ടുവന്നു. അതിലൊരു കാര്യം രേഖപ്പെടുത്തിയിരുന്നു. ആ രേഖപ്പെടുത്തിയ കാര്യം മറ്റൊന്നുമല്ല, രാജാവിന്റെ അകമ്പടിക്കാരായിരുന്ന 2 പേര് രാജാവിന്റെ പ്രാണനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആലോചന നടത്തി. ആ വിവരം മൊർദെഖായി എന്ന രാജാവിന്റെ പടിവാലിരുന്ന ഈ മനുഷ്യൻ രാജാവിനെ എസ്തേർ മുഖാന്തരം രാജാവിനെ അറിയിച്ചു. രാജാവ് കാര്യം തിരക്കി. ഇത് സത്യമാണെന്ന് ബോധ്യം വന്നു. ഈ 2 പേരെയും രാജാവ് കൊന്നുകളഞ്ഞു. ആ അറിവ് കൊടുത്ത ഹാമാന്, മൊർദെഖായിക്ക് രാജാവിനെ നശിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു എന്ന് അറിവ് കൊടുത്ത മൊർദെഖായിക്ക് ഇതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് രാജാവ് അന്വേഷിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇതിനു വേണ്ടി ഒരു പ്രതിഫലവും കൊടുത്തിട്ടില്ല എന്ന് രാജാവിന് അറിവ് കിട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയത്, അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യം ചിന്തിച്ചുകൊണ്ടാണ്. ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുൻപേ തെളിയുന്നു, ചിലരുടേതോ ക്രമേണയത്ര, സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ എന്നിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എങ്കിൽ അതിന്റെ പ്രതിഫലം ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഭൂമിയിൽ അതിന്റെ പ്രതിഫലം കിട്ടിയാൽ പിന്നെ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രതിഫലവും ഇല്ലാതെയാകും. അതുകൊണ്ട് നമ്മുടെ സൽപ്രവൃത്തികൾ തെളിയേണ്ടത് നമ്മുടെ ഈ ജീവിതത്തിലല്ല, നേരെ മറിച്ച് ക്രമേണ ചിലരുടെ ക്രമേണ എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിസ്താരത്തിന് മുൻപേ വിസ്താരത്തിന് ആ വിസ്താരം എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായവിസ്താരമാണെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഏത് പ്രവൃത്തികളും ആ ന്യായാസനത്തിന്റെ മുൻപിൽ ആ ദിവസം വെളിപ്പെട്ടാൽ നമുക്ക് മഹാപ്രതിഫലം ഉണ്ടാവും. നേരെ മറിച്ച് നമ്മുടെ പാപത്തിന്റെ ചെയ്തികളാണ് ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുന്നതെങ്കിൽ യാതൊരു ദാക്ഷിണ്യമില്ലാത്ത ദൈവശിക്ഷയ്ക്ക് നാം പാത്രരായിത്തീരും. അതുകൊണ്ട് നമ്മുടെ കുറവുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ തെളിയുകയും അതിന് ന്യായമായ രീതിയിൽ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അനുദപിച്ച് ആ പാപങ്ങളെ വിട്ട് തിരിഞ്ഞാൽ നമുക്ക് ദൈവം ഭാഗെ സന്തോഷത്തോടെ നിൽക്കാൻ ഇടയാകും. യേശു കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ അത് നിങ്ങൾ മറ്റുള്ളവർ അറിയാതെ വേണം കൊടുക്കാൻ. അങ്ങനെ അറിഞ്ഞു കൊടുക്കുന്നവരുണ്ട്, അറിയാതെ കൊടുക്കുന്നവരുണ്ട്. അറിഞ്ഞു കൊടുത്താൽ അതിന്റെ കാര്യം യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി. ഈ ഭൂമിയിൽ തന്നെ അതിന് പ്രതിഫലം കിട്ടിപ്പോയി. എന്നാൽ ആരും അറിയാതെ കൊടുക്കുന്നവർക്ക് പ്രതിഫലം കിട്ടിയിട്ടില്ല. അത് ഒരു ദിവസം, ആ വിധി ദിവസത്തിൽ ദൈവം നമുക്ക് ആ പ്രതിഫലം തരാൻ ഇടയാകും. ഇവിടെ അങ്ങനത്തെ സംഭവിച്ചത്. മൊർദെഖായി ഒരു നല്ല കാര്യം ചെയ്തു രാജാവിന് വേണ്ടി, പക്ഷെ ഒരു പ്രതിഫലവും കിട്ടിയില്ല, രാജാവ് കൊടുത്തിട്ടില്ല. മൊർദെഖായി ഒരു പ്രതിഫലത്തിന് വേണ്ടി ചെന്നിട്ടുമില്ല.
മൊർദെഖായി ഒരു കാര്യം ചെയ്തു, ആ കാര്യം മറന്നുപോയി. നമ്മൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞല്ലോ, എനിക്ക് വിശന്ന് നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു കുടിപ്പാൻ തന്നു, നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ചു, ഞാൻ തടവിലായിരുന്നു നിങ്ങൾ രോഗിയായിരുന്നു തടവിലായിരുന്നു നിങ്ങൾ വന്ന് കണ്ടു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു കൂട്ടർ പറയുന്നത് അതെപ്പോഴാ ഞങ്ങളൊന്നും ഓർക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ അവർ പറയുണ്ടായി. അപ്പം നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നത്, കർത്താവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത്, കർത്താവിന് നാമത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നത്, അത് സ്വാഭാവികമായി ചെയ്യുന്നൊരു കാര്യം പോലെ നമ്മൾ അത് ഓർക്കാതെ മറന്നുപോയാൽ അത് ഓർക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മളത് മറന്നുപോയാലും ദൈവം കർത്താവിന്റെ നാമത്തെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറയുണ്ടായി. അപ്പോൾ നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും, നന്മയാകട്ടെ തിന്മയാകട്ടെ, അതിന് ന്യായമായതും തക്കതായതുമായ ഒരു പ്രതിഫലം ദൈവത്തിന്റെ പക്കൽ ഉണ്ട് എന്ന് നാം ഓർക്കുന്നത് എല്ലാ സമയത്തും നന്നായിരിക്കും. അപ്പോൾ ഈ മൊർദെഖായിക്ക് ഒരു പ്രതിഫലം കിട്ടാതിരുന്നത് കൊണ്ട് രാജാവ് ഹാമാനെ വിളിച്ചിട്ട് ചോദിച്ചു, ഹാമാനോട് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കുന്ന മനുഷ്യനെ എന്ത് ചെയ്യണം? ഹാമാന്റെ ഉള്ളിൽ വന്ന ചിന്ത, തന്നെയല്ലാതെ രാജാവ് വേറെ ആരെയാണ് ബഹുമാനിക്കേണ്ടിയിരിക്കുന്നത്? അതിന്റെ കാരണം, ഹാമാൻ അങ്ങനെ ചിന്ത വരാനുള്ള കാരണം, ആശ്ചര്യ രാജാവിന്റെ രാജ്ഞിയായിരിക്കുന്ന എസ്തേർ വിരുന്നിന് രാജാവിനോട് കൂടെ പോകാൻ ചെല്ലണമെന്ന് പറഞ്ഞത് ഹാമാനെ മാത്രം, വേറെ ആരെയും ക്ഷണിച്ചില്ല. രാജാവിനോട് കൂടെ ഹാമാനെ ക്ഷണിച്ചിരുന്നു. അപ്പൊ ഹാമാന് സ്വാഭാവികമായിട്ടും ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി, തന്നെയല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാണ്ടിരിക്കുന്നത്? അപ്പൊ ഹാമാൻ പറഞ്ഞു, രാജാവ് ബഹുമാനിക്കുന്ന പുരുഷനെ രാജാവിന്റെ വസ്ത്രം ധരിപ്പിച്ചിട്ട്, കിരീടം തലയിൽ വെച്ചിട്ട്, ഒരു കുതിരപ്പുറത്ത് കയറ്റി എല്ലാവരും കാണെ കേൾക്കെ രാജാവ് ബഹുമാനിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു. തന്നെയാണെങ്കിൽ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ച ഹാമാൻ അത് പറഞ്ഞത്. പക്ഷേ ഹാമാനോട് രാജാവ് പറഞ്ഞു, ആ പടിവാതിൽക്കലിരിക്കുന്ന മൊർദെഖായി ഉണ്ടല്ലോ, നീ പറഞ്ഞത് മുഴുവൻ ആ മൊർദെഖായിക്ക് ചെയ്യണം. ഒരു വാണിയോടെ കൊടുത്തു, ഈ പറഞ്ഞതിൽ ഒന്നും കുറയ്ക്കരുത്. കാരണം ഹാമാനാ പറഞ്ഞത്. ഹാമാനോട് രാജാവ് പറയുന്നത്, നീ ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ മൊർദെഖായി ആണ് എന്ന് അറിയുമ്പോൾ ഒരുപക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കളയാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് രാജാവ് പറയുന്നത്, നീ പറഞ്ഞതിൽ നിന്ന് ഒന്നും കുറയ്ക്കരുത്. അപ്പോ രാജാവിൻ്റെ വിശേഷമായ വസ്ത്രം ധരിച്ച് തലയിൽ കിരീടവും വെച്ച് ഇങ്ങനെ കുതിരപ്പുറത്ത് കൊണ്ടു നടന്ന് ബഹുമാനിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരു കിരീടത്തെ കുറിച്ച് പറഞ്ഞു. പുതിയ നിയമ നമ്മൾ പഠിക്കുമ്പോൾ 5 വിധ കിരീടങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുകയും നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുകയും. ആ ഓടുന്ന ഓട്ടത്തിന്റെ അവസാനത്തിൽ കിട്ടുന്നത് അവരോ വാടുന്നതും നാമോ വാടാത്തതുമായ കിരീടം പ്രാപിപ്പാൻ ഓടുന്നു എന്ന് ഒരു കാര്യം പറയുണ്ടായി. അങ്ങനെ ദൈവത്തിന് വചനം പരിശോധിക്കുമ്പോൾ 5 വിധ കിരീടങ്ങളുണ്ട്. എന്നാൽ നമ്മൾ കാണുന്ന കാര്യം, വെളിപ്പാട് പുസ്തകത്തിൽ 24 മൂപ്പന്മാരും സിംഹാസനത്തിന് മുമ്പിലുള്ള 24 മൂപ്പന്മാരും തങ്ങളുടെ തലയിലുള്ള കിരീടങ്ങൾ കുഞ്ഞാടിന്റെ മുമ്പിൽ ഇട്ടുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഈ കിരീടത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയത്. അവിടെ പറയുന്ന, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, യേശു ക്രിസ്തു അറുക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു കിരീടം ലഭിക്കാൻ ഇടയായി തീർന്ന ഏറ്റവും മഹാസംഭവം. അവർ പറയുന്നു, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. അതാണ് കിരീടം ലഭിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന കാര്യം. ഇവിടെ അഹശ്വേരോശിനോട് ഹാമാൻ പറയുന്നു, കിരീടം തലയിൽ വെക്കണം, രാജാവ് ബഹുമാനിക്കുന്ന മനുഷ്യന് കിരീടം വേണം. കിരീടം വെച്ചിട്ട് കിരീടം മാത്രം പോരാ, അവൻ ഇട്ടിരിക്കുന്ന സാധാരണ വസ്ത്രമായിട്ട് പോകാനല്ല പറഞ്ഞത്, വിശേഷമായ വസ്ത്രം ധരിപ്പിക്കണം, രാജകീയ വസ്ത്രം അവനെ ധരിപ്പിക്കണം. നമുക്കും
വളരെ വിശേഷപ്പെട്ട വസ്ത്രം ധരിപ്പാൻ ഭാഗ്യവശാൽ ദൈവത്തിന്റെ കരുണയാൽ നമുക്കും ഇടയായി തീർന്ന് ഇവരാണ് ഈ വചനം ശ്രദ്ധിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിനെല്ലാം കാരണം കുഞ്ഞാട് അർക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ പറഞ്ഞ ഒരു കാര്യം പോലും കുറയ്ക്കാതെ അത് മുഴുവൻ ചെയ്യണമെന്ന് രാജാവ് ഹാമാനോട് ഒരു പ്രത്യേകമായ ഉത്തരവ് കൊടുത്തു. അപ്പോൾ ഈ ഹാമാൻ ഈ കാര്യം അറിഞ്ഞപ്പോൾ താൻ വേഗം തൻ്റെ വീട്ടിലേക്ക് പോയി തൻ്റെ ഭാര്യ ആയ സേരസിനോടും തൻ്റെ കൂട്ടുകാരോടെല്ലാം ഈ കാര്യം പറഞ്ഞു. അപ്പോൾ സേരസ് അവർ പറയുന്നൊരു കാര്യമുണ്ട്. 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്, നീ അവർ മൊർദെഖായിയുടെ മുമ്പിൽ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. സേരസ് പറയുന്നൊരു ഭയങ്കര അത്ഭുതകരമായ ഒരു വാക്ക് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, അവൻ യഥാർത്ഥ യഹൂദനാണെങ്കിൽ, അവൻ സാക്ഷാൽ യഹൂദനാണെങ്കിൽ നിനക്ക് അവനെ ജയിക്കാൻ കഴിയത്തില്ല. ഹാമാന് ഈ കാര്യം അറിഞ്ഞില്ലെങ്കിലും ഹാമാന്റെ ഭാര്യയായ സേരസിന് മനസ്സിലായി ഒരു യഥാർത്ഥ യഹൂദനെ ജയിക്കാൻ ഒരു ശക്തിയും ഇല്ല എന്നുള്ളത്. അത് ഹാമാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഹാമാൻ മനസ്സിലായില്ല. ഹാമാന്റെ ഭാര്യ സേരസ് പറയുന്നത് അവൻ ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അവൻ യഹൂദനാണെങ്കിൽ എന്നല്ല, അവൻ യഥാർത്ഥ യഹൂദനാണെങ്കിൽ, ശരിയായിട്ടുള്ള യഹൂദനാണെങ്കിൽ. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മുന്നോട്ട് വരുമ്പോൾ കുറെ പേര് യഹൂദന്മാരായതിനെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്. കാരണം പേടിച്ചിട്ട് യഹൂദന്മാരായിപ്പോയി. അവിടുത്തെ ആ രാജ്യത്തുള്ള കുറെ പേര് ഈ യഹൂദന്മാരെ പേടിച്ചിട്ട് കുറെ പേര് യഹൂദന്മാരായി. അങ്ങനൊന്നും യഹൂദനായനല്ല യഹൂദൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുന്നുണ്ടായി, റോമാലയത്തിലെ വാക്യം നമ്മൾ കാണുകയുണ്ടായി, ചിന്തിക്കുന്നുണ്ടായി. അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ ഇസ്രായേലിൽ നിന്ന് ജനിച്ചവരെല്ലാവരും ഇസ്രായേലിൽ നിന്നു, അബ്രഹാമിന്റെ മക്കളായ സന്തതി ഒന്നും വരുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചതാണ്. അപ്പം ഇവിടെ സേരസ് പറയുന്നത്, അവൻ യഥാർത്ഥമായ ഒരു യഹൂദനാണെങ്കിൽ, ഈ മൊർദെഖായി അവൻ ശരിയായിട്ടുള്ള യഹൂദനാണെങ്കിൽ നിനക്ക് അവനെ ജയിക്കാൻ കഴിയത്തില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശോധന വീട്ടിൽ ജനിച്ച് ദൈവമക്കളായി തീർന്ന് ദൈവത്തെ ഭയപ്പെട്ട് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന യാതൊരു മനുഷ്യനെയും പിശാചിന് തൊടാൻ കഴിയത്തില്ല. അല്ല, ദൈവത്തിന്റെ അനുവാദത്തോടു കൂടി അല്ലാതെ അവരുടെ മേൽ കൈവെക്കാൻ, അവരെ നോട്ടം വിടാൻ പിശാചിന് യാതൊരു അധികാരമില്ല. യഥാർത്ഥ യഹൂദനാണെങ്കിൽ നിനക്ക് അവനെ ജയിക്കാൻ കഴിയത്തില്ല. അവന്റെ മുമ്പിൽ തോറ്റുപോകും. അങ്ങനെയാണ് സേരസ് പറയുന്നത്, നിനക്ക് അവനെ ജയിക്കാൻ കഴിയത്തില്ല. നമ്മൾ കാണുന്ന കാര്യം, ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എസ്തേർ രാജ്ഞി ഒരുക്കി 2-ാമത്തെ ദിവസത്തെ വിരുന്നിന്റെ സമയമായപ്പോൾ ഈ ഹാമാനെ രാജസന്നിധിയിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഈ 2-ാമത്തെ ദിവസത്തെ വിരുന്നിന് വേണ്ടി വിളിച്ചു കൊണ്ടുപോയി. 2-ാമത്തെ ദിവസത്തിലെ വിരുന്നിന് അന്ന് അഹശ്വേരോശ് രാജാവിന്റെ രാജാവിനോട് എസ്തേർ രാജ്ഞി തൻ്റെ ആഗ്രഹം എന്താണ് എന്ന് നാളെ അടുത്ത ദിവസം പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ 2-ാമത്തെ ദിവസത്തെ വിരുന്നില് ഈ ഹാമാനും ഉണ്ട്, രാജാവും ഉണ്ട്. അവർ ചെന്നു. അപ്പോ രാജാവ് ആ വിരുന്നിന്റെ സമയത്ത് എസ്തേറിനോട് ചോദിച്ചു, എസ്തേർ നിന്റെ ആശയം എന്താണ്, നിന്റെ ആഗ്രഹം എന്താണ്? നമ്മൾ ഒരു നിമിഷം പുറകോട്ട് ചിന്തിച്ചാൽ, ഈ എസ്തേറിനെ പോലെ രാജാവിന്റെ രാജ്ഞിയാകാൻ വിളിക്കപ്പെട്ട അനേക കന്യകമാരുണ്ടായിരുന്നു. അവരോട് ഈ രാജാവ് ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അവരോട് ചോദിച്ചില്ല, നിന്റെ താല്പര്യം എന്താണ്? അവർ പറയും, ഞങ്ങൾക്ക് കുറെ ഫർണിച്ചർ വേണം, അല്ലെ കുറെ സാധനങ്ങൾ വേണം, കുറെ ഇലക്ട്രോണിക് സാധനങ്ങൾ വേണം, കുറെ അത് വേണം, കുറെ ഇത് വേണം എന്നെല്ലാം രാജാവിനോട് പറയുമായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, അവർ ചോദിക്കുന്നത് എന്തും അവർക്ക് കൊടുക്കുമായിരുന്നു. അവർ ചോദിക്കുന്നത് എന്തും കൊടുക്കുമായിരുന്നു. എന്നാൽ എസ്തേറിനെ കുറിച്ച് നമ്മൾ അന്ന് പഠിച്ചു, എസ്തേറോ ഷണ്ഡന്മാരുടെ അധിപനായ ഹേഗായി പറഞ്ഞതല്ലാതെ ഒന്നും ചോദിച്ചില്ല.
ഈ അഹശ്വേരോശിനോട് എന്ത് ചോദിച്ചാലും എസ്തർ ഈ സമയത്ത് എന്ത് ചോദിച്ചാലും കൊടുക്കും. രാജാവ് തന്നെ പറയുന്നു, രാജ്യത്തിന്റെ പകുതിയാണെങ്കിൽ നിനക്ക് തരാം. എസ്തേറിന് രാജ്യത്തിന്റെ പകുതി വേണ്ട, എസ്തേർ മറ്റൊന്നും വേണ്ട. എസ്തേറിന് വേണ്ടത്, എസ്തേർ പറയുന്നു, എന്നെയും എൻ്റെ സകല വംശത്തെയും നശിപ്പിക്കേണ്ടതിന് വേണ്ടി ഒരുവൻ രാജാവിൻ്റെ ഒരു കൽപ്പന, ഒരുവന്റെ നിർദ്ദേശപ്രകാരം രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. ആ കൽപ്പനയാണ് എന്നെ വിഷമത്തിലാക്കിയിരിക്കുന്നത്. ആ കൽപ്പനയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഒരു ഇടിവിൽ നിൽക്കുക എന്ന് പറയുന്നത്, പക്ഷപാതം ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, മൊർദെഖായി എസ്തേറിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന് രക്ഷയുണ്ടാകും, എന്നാൽ നീ നിന്റെ പിതൃഭവനം നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തേക്കല്ലോ നീ നീ വിളിക്കപ്പെട്ടിരിക്കുന്ന ആർക്കറിയാം. ഇപ്പൊ ദൈവ മക്കൾക്ക് വേണ്ടി, ദൈവ പദ്ധതിക്ക് വേണ്ടി, ദൈവിക കാര്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ഒരു എന്താണ് ഇടിവിൽ നിൽക്കുക എന്ന് പറയുന്നത്, എന്താണ് പക്ഷപാതം ചെയ്യുക എന്ന് പറയുന്നത്, നമുക്ക് ഈ എസ്തേറിന്റെ ഈ ജീവ സംഭവത്തിൽ നിന്ന്, ചരിത്രത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എസ്തേർ പറയുന്നത്, എനിക്ക് മറ്റൊന്നുമല്ല, എനിക്ക് രാജ്യത്തിന്റെ പകുതി വേണ്ട, ഒന്നും വേണ്ട, പക്ഷേ ഈ ഒരു തീർപ്പുണ്ടല്ലോ, ഞങ്ങളെല്ലാം, ഞങ്ങളുടെ വംശത്തെ മുഴുവൻ നശിപ്പിച്ചു കളയാൻ വേണ്ടി ഒരു തീർപ്പ് രാജാവ് കൽപ്പിച്ചിട്ടുണ്ട്. അതിന് ഒരു പരിഹാരം. അപ്പൊ രാജാവ് അന്വേഷിച്ച് ആരാണത്? അത് ഹാമാനാണ്. ആ കാര്യം ചെയ്തിരിക്കുന്നത് ഹാമാനാണ്. ഹാമാനാകെ പ്രയാസമായി. രാജാവ് ആ സമയത്ത് ഉദ്യാനത്തിലേക്ക് പോകുന്നുണ്ട്. സംഭവമില്ല, കഥ പോലെങ്കിലും നമുക്കറിയാം. രാജാവ് തിരിച്ചു വരുന്നു. രാജാവ് തിരിച്ചു വന്നിട്ട് ഹാമാനെ, മൊർദെഖായിക്ക് വേണ്ടി ഹാമാന് ഉണ്ടാക്കിയ 50 മുഴം ഉയരമുള്ള ആ കൊലമരത്തിൽ രാജാവിന്റെ നിർദ്ദേശപ്രകാരം മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഴുമരത്തിൽ ഹാമാനെ തൂക്കിലേറ്റി ഇല്ലായ്മ ചെയ്തു. എന്ന് മാത്രമല്ല, ഹാമാന്റെ വസ്തുവകളും വീടും എല്ലാം എസ്തേറിന് രാജാവ് എഴുതി കൊടുത്തു. ഈ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന, മനസ്സിലാക്കുന്നത്, കർത്താവ് ദൈവത്തിന് വേണ്ടി, യേശുക്രിസ്തു നാമത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നമുക്ക് തോന്നിയേക്കാം, ഒരുപക്ഷെ രേഖ പുറപ്പെട്ടു കഴിഞ്ഞു, മൊർദെഖായി എസ്തേറും ഇങ്ങനെ ചിന്തിച്ചു കാണും. മൊർദെഖായി അങ്ങനെ ചിന്തിച്ചു. രേഖ എഴുതി, രേഖ പരസ്യമാക്കിയെന്ന് കണ്ടപ്പോൾ മൊർദെഖായി ചെയ്തത്, അവൻ എട്ടെടുത്ത് വളരെ ഉച്ചത്തിൽ വിലപിച്ചു. ആ നിയമത്തെ ഇല്ലായ്മ ചെയ്യാൻ രാജാതിരാജാവും കർത്താവുമായിരിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ആ ദൈവം ഈ രേഖയെ ദുർബലപ്പെടുത്തുന്ന കാര്യമാണ് അടുത്തായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പൊ രാജാവ് പറഞ്ഞു, രാജാവിനോട് എസ്തേർ രാജ്ഞി പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്. രാജാവ് പുറപ്പെടുവിച്ച ഒരു നിയമം മേദി പാർസ്യ സാമ്രാജ്യത്തിന്റെ പ്രമാണപ്രകാരം ആ കൽപ്പനയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയത്തില്ല. രാജാവ് പുറപ്പെടുവിച്ച കൽപ്പന രാജാവ് തന്നെ ക്യാൻസൽ ചെയ്യാൻ രാജാവിന് പറ്റത്തില്ല. കാരണം അത്ര ശക്തമാണ് മേദി പാർസ്യ സാമ്രാജ്യത്തിന്റെ ഭരണം. ആ ഭരണത്തിലുള്ള ഇരിക്കുന്ന രാജാവ് താൻ ഉണ്ടാക്കിയ ഒരു നിയമം, യഹൂദന്മാരെ കൊന്നുപിടിക്കണം എന്നുള്ള നിയമം, ആ നിയമം പിൻവലിക്കാൻ കഴിയത്തേയില്ല. പക്ഷെ രാജാവ് ഒരു കാര്യം പറഞ്ഞു, ഈ നിയമം നിൽക്കെ തന്നെ ഇതിന് മറ്റൊരു നിയമം, ഇതിനെ അതിജീവിക്കുന്ന വേറൊരു നിയമം രാജാവ് എഴുതി മൊർദെഖായിയെ കൊണ്ട് എഴുതിച്ചു. രാജാവിന്റെ രാജമോതിരം മൊർദെഖായി കൊടുത്ത് ആ രാജമോതിരം കൊണ്ട് അതിന് സീൽ ചെയ്തു, എല്ലായിടത്തും വിളംബരം ചെയ്തു. ആ വിളംബരം ചെയ്ത രേഖ എന്ന് പറയുന്നത്, യഹൂദനെ ആരും കയ്യേറ്റം ചെയ്യത്തില്ലെന്നോ, യഹൂദനെ ആരും കൊല്ലത്തില്ലെന്നോ, അവരെ അപഹരിക്കത്തില്ലെന്നോ, അവരെ നശിപ്പിക്കാൻ ശ്രമിക്കത്തില്ലെന്നോ എന്നല്ല. നേരെ മറിച്ച് അങ്ങനെ നശിപ്പിക്കാൻ വരുന്നവരോട്, അങ്ങനെ കയ്യേറ്റം ചെയ്യാനും കൊല്ലാനും വരുന്നവരെ എതിർത്ത് നിൽക്കാനുള്ള അവകാശവും അധികാരവും യഹൂദന്മാർക്ക് ഈ രാജാവ് സുരേഷ് ചെയ്തു കൊടുത്തു.
ഒരു നിയമത്തിലൂടെ ചെയ്തു കൊടുത്തു. ഇത് കാണിക്കുന്ന കാര്യം നമ്മൾ ദൈവത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ആ നിയമത്തിൽ ദൈവം ഒരിക്കലും മാറ്റം വരുത്തിയിട്ടില്ല, മാറ്റം വരുത്തത്തുമില്ല. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അത് എഴുതിയ നിയമമാണ് തന്നെയല്ല, അതിന് ഒരിക്കലും മാറ്റം വരാത്ത നിയമമാണ്, ദൈവത്തിന്റെ പ്രമാണമാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഒരു മാറ്റവുമില്ല. എന്നാൽ അതേ ശ്വാസത്തിൽ തന്നെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ളതിന് ഒരു മാറ്റവും ദൈവം വരുത്തിയിട്ടില്ല, വരുത്തത്തുമില്ല. പക്ഷേ അപ്പം തന്നെ ദൈവത്തിന്റെ കൃപാവരത്തെ കുറിച്ച് ദൈവം പ്രഖ്യാപിക്കുന്നു. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ. അത് മാത്രമല്ല, പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്ന ഏദൻ തോട്ടം മുതൽ ഇന്നും പാപം ചെയ്യാൻ മനുഷ്യനെ വശംവദരാക്കുന്ന, പ്രേരിപ്പിക്കുന്ന പിശാചിനെ ദൈവത്തിന് വേണമെങ്കിൽ ഏദൻ തോട്ടത്തിന്റെ അപ്പുറം വെച്ച് തന്നെ നശിപ്പിച്ചു കളയാമായിരുന്നു. എന്നാൽ ദൈവം ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അതിന് ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ വെളിപ്പാട് ഒക്കെ പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ എഴുതിയിട്ടുണ്ട്, 1000 ആണ്ടത്തേക്ക് പിശാചിനെ അഗാധത്തിൽ തള്ളിയിട്ട് അത് ചങ്ങല കൊണ്ട് ബന്ധിച്ച് അഗാധത്തിൽ തള്ളിയിട്ട് അതിന്റെ മീതെ സീൽ ചെയ്യുന്നതൊക്കെ നമ്മൾ വെളിപ്പാട് വായിക്കുന്നുണ്ട്. അതുവരെ പിശാചിന്റെ സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ആരെയും വഴിതെറ്റിച്ചു കളയാനുള്ള സ്വാതന്ത്ര്യം ദൈവം നിഷേധിച്ചിട്ടില്ല. പക്ഷെ ഒരു പ്രൊവിഷൻ, ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന കാര്യം വേറൊന്നുമല്ല, പാപത്തോട് എതിർത്ത് നിൽക്കുക. യഹൂദനെ കൊല്ലാൻ വരുന്ന മറ്റ് ജാതിക്കാര് കൊല്ലാൻ വരുമ്പോൾ, കയ്യേറ്റം ചെയ്യാൻ വരുമ്പോൾ, നശിപ്പിക്കാൻ വരുമ്പോൾ, യഹൂദ നിനക്കൊരു കാര്യം ചെയ്യാം, അവരോട് എതിർത്ത് നിൽക്കാനുള്ള അധികാരം അഹശ്വേരോശ് തന്നിട്ടുണ്ട്. ആ പാപം നമ്മളെ കാർന്ന് തിന്നാൻ വരുമ്പോൾ, ആ പാപം നമ്മളെ സ്വാധീനിക്കാൻ വരുമ്പോൾ, ആ പാപം നമ്മളെ നശിപ്പിക്കാൻ വരുമ്പോൾ, കൊല്ലാൻ വരുമ്പോൾ, ആ പാപത്തോട് എതിർത്ത് നിൽക്കാൻ ഉള്ള ഒരു നിയമം, ഒരു അവകാശം ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാപത്തോട് എതിർത്ത് നിൽക്കുന്നവരായി ജീവിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എബ്രായലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം തീർത്ത് നിന്നിട്ടില്ല. ജീവൻ പോകേണ്ടി വന്നാലും പാപം ചെയ്യത്തില്ല, പാപം ചെയ്യുന്നതിനേക്കാൾ എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതാണ് എനിക്ക് നല്ലതെന്നുള്ള ആ ഒരു ഗ്രാഹ്യത്തിലേക്ക്, ആ ഒരു തീരുമാനത്തിലേക്ക് ഓരോരുത്തരും എത്തിച്ചേരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അഹശ്വേരോശ്യൻ പറഞ്ഞ കാര്യം, അഹശ്വേരോശ്യൻ ഒരു നിയമം പുറപ്പെടുവിച്ചു. ആ നിയമം ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, ദൈവം ക്യാൻസൽ ചെയ്തിട്ടില്ല. പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന് ഓരോരുത്തരും വേറെ രീതിയിൽ അത് വളരെ വളരെ തെറ്റായ രീതിയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ആ കൃപ ധാരാളം ഉണ്ടാക്കിക്കൊണ്ട് പാപം ചെയ്താൽ പഠിപ്പിക്കുന്നുണ്ട്. അത് പൈശാചികം പ്രാകൃതമായ പഠിപ്പിക്കലാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം റോമാലേഖനം വായിക്കുന്നത്, എന്നാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാളും അരുത്. അങ്ങനെ ദൈവത്തിന്റെ വചനം വായി. എന്നാൽ ഇന്ന് നേരെ തലകുത്തിനെ പഠിപ്പിക്കുന്നത്, പലരും പഠിപ്പിക്കുന്നുണ്ട്, കൃപ കിട്ടണമെങ്കിൽ പാപം ചെയ്തുകൊണ്ടിരിക്കണം, പാപം ചെയ്താലേ കൃപ കിട്ടത്തുള്ളൂ. ഇതെല്ലാം ശരിയല്ല, തെറ്റായ പഠിപ്പിക്കലാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അഹശ്വേരോശ് പറയുന്നത്, ഞാൻ ഒരു രേഖ എഴുതി ഉണ്ടാക്കി, ആ രേഖയ്ക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം, അടുത്ത ഒരു രേഖ പിന്നെയും പുറപ്പെടുവിച്ചിരിക്കുന്നു. ഒരു രേഖ ഉണ്ടാക്കി, പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ അടുത്ത രേഖ ഇതാ പുറപ്പെടുവിച്ച് കഴിഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു നിത്യജീവൻ തന്നെ. ഏത് മനുഷ്യനും, ഏത് പാപിക്കും ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത, പാപം ചെയ്യാൻ ഒരു പ്രാപ്തിയുള്ള ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിൽ ജനിക്കത്തുമില്ല. കാരണം ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത യാതൊരു പാപിയും ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിലില്ല. ഏത് പാപവും ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയും. യേശുക്രിസ്തു മുഖാന്തരം സകല പാപങ്ങൾക്കും തന്നെ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും, യേശുക്രിസ്തുവിന്റെ പാപബലിയിൽ വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ രക്തം ആ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി ദൈവം ഇന്നും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. അനേകര് മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത
അത്ര അഗാധമായ പാപത്തിൽപ്പെട്ടു പോയ അനേകർ ഈ വഴിയിൽ കൂടെ ദൈവമക്കളായി തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ഹിതമെങ്കിൽ നമുക്ക് ഈ ഭാഗത്തിന്റെ അടുത്ത കാര്യങ്ങൾ അടുത്ത ദിവസം ചിന്തിക്കാം എന്ന് താല്പര്യപ്പെടുന്നു. ദൈവം നമ്മളെല്ലാം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.